മോദിയുടെ 15 ലക്ഷം പോലെ എന്നൊരു പ്രയോഗം കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഒരിക്കലും നടക്കാത്ത മോഹന വാഗ്ദാനങ്ങളെ പരിഹസിക്കാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാർ പ്രയോഗിക്കുന്ന ആയുധമാണത്. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നവരെ കളിയാക്കാനും ആ പ്രയോഗം കടമെടുക്കുന്നവരുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്ന് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ 2 വാഗ്ദാനങ്ങളുണ്ട്. താൻ അധികാരമേറ്റാൽ കള്ളപ്പണം മുഴുവൻ വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തിക്കും, ഇന്ത്യക്കാരുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ നിക്ഷേപിക്കും. ഇന്ത്യയിൽ മോദി ഭരണം ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും 2 വാഗ്ദാനവും ഇപ്പോഴും ദിവാസ്വപ്നം പോലെ തുടരുകയാണ്. പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാവുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ വരൂ. എന്നാലും 15 ലക്ഷം അക്കൗണ്ടിൽ വീഴുന്നതും പ്രതീക്ഷിച്ച് മോദിക്ക് വോട്ട് ചെയ്തവരുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? അതെന്തായാലും അത്തരം വലിയ കാര്യങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ എങ്ങനെ നടപ്പാക്കുമെന്ന് തെളിയിക്കുകയാണ് ഏഷ്യയിൽ തന്നെയുള്ള മറ്റൊരു രാജ്യം. ദക്ഷിണ കൊറിയയിലാണ് സംഭവം. ഒരു വാഗ്ദാനവും അവകാശവാദങ്ങളും ഇല്ലാതെ വമ്പൻ സർപ്രൈസുകളുമായി കൊറിയക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ് അവരുടെ പുതിയ ഭരണാധികാരി. കൃത്യം 1 മാസം മുൻപ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായ അധികാരമേറ്റ ലീ ജെയ് മ്യൂങ് ആണ് കൗതുകമുണർത്തുന്ന ആ ജനക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 ജൂലൈ 21 മുതൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും 1,50,000 വോൺ നൽകുമെന്നാണ് ജെയ് മ്യൂങ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമ്പത്തിക സഹായ പദ്ധതി എന്ന പേരിലാണ് കൊറിയക്കാരുടെ അക്കൗണ്ടിൽ ഇത്രയും തുക ഒറ്റത്തവണയായി നിക്ഷേപിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ രാജ്യത്തെ വ്യവസായ രംഗങ്ങൾക്ക് പുത്തൻ ഉണർവ് പകരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പദ്ധതി. ജനങ്ങളുടെ ഉപഭോഗശീലം വർദ്ധിപ്പിച്ച് വ്യവസായ മേഖലയ്ക്ക് ഉത്തേജനം നൽകുക, അതിലൂടെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുക, ഇതൊക്കെയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി 31.8 ട്രില്യൺ വോണിന്റെ സപ്ലിമെന്ററി ബജറ്റിന് ദേശീയ അസംബ്ലി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. ലീ ജെയ് മ്യൂങ് ഭരണകൂടത്തിന്റെ ആദ്യ സാമ്പത്തിക സഹായ പാക്കേജിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ പദ്ധതി. ഉപഭോഗ സംസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമർ കൂപ്പൺ എന്നൊരു പേരും ഇതിനുണ്ട്. 2025 ജൂൺ 18 മുൻപ് രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ദക്ഷിണ കൊറിയൻ പൗരന്മാർക്കും 1,50,000 വോണിന്റെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം ലഭിക്കും. ഈ തുക പ്രാദേശിക വിപണികളിൽ ചെലവഴിക്കണമെന്നാണ് ഭരണകൂടം ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറിയ തുകയാണെങ്കിലും കൊറിയക്കാർക്ക് അത് വമ്പൻ സർപ്രൈസ് തന്നെയാണ്. കൺസ്യൂമർ കൂപ്പൺ തുടക്കം മാത്രമാണ്. ഇതിലും വലിയ ജനക്ഷേമ പദ്ധതികൾ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സഹായ പാക്കേജിലുണ്ട്. ജനങ്ങളുടെ വരുമാനവും ജീവിത നിലവാരവും വിലയിരുത്തി അധിക സഹായം നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. ദാരിദ്ര്യത്തിന്റെ വക്കിലുള്ള കുടുംബങ്ങൾക്കും സിംഗിൾ പാരന്റ് കുടുംബങ്ങൾക്കും 3 ലക്ഷം വോൺ കൂടി ലഭിക്കും. അതേസമയം ദേശീയ ജീവനാംശ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ 4 ലക്ഷം വോൺ കൂടി എത്തും. സിയോൾ ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളുടെ പുറത്തേക്കും ജനസംഖ്യാനുപാതികമായ വികസനവും ആനുകൂല്യങ്ങളും എത്തിക്കാനുള്ള പദ്ധതികളും പുതിയ ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തിനുണ്ട്. നഗരങ്ങൾക്കൊപ്പം ഗ്രാമീണ മേഖലയിലും വികസന വെളിച്ചം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സിയോൾ മെട്രോപൊളിറ്റൻ പ്രദേശത്തിന് പുറത്തുള്ള ഗ്യോങ്ഗി, ഇൻചോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കായും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കും. ഈ പ്രദേശത്തിലുള്ളവർക്ക് അധിക സഹായമായി 30,000 വോൺ നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന 84 ഗ്രാമീണ മത്സ്യബന്ധന മേഖലകളിൽ താമസിക്കുന്നവർക്ക് 50,000 വോണിന്റെ അധിക ആനുകൂല്യവും ലഭിക്കും. സാധാരണ വിദേശികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ചില മാനദണ്ഡങ്ങൾക്ക് കീഴിൽ വരുന്ന വിദേശ പൗരന്മാർക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. സ്ഥിരതാമസക്കാർ, കൊറിയക്കാരെ വിവാഹം കഴിച്ച് അവിടെ കഴിയുന്നവർ, ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ അംഗങ്ങളോ ആശ്രിതരോ ആയവർ, അംഗീകൃത അഭയാർത്ഥികൾ എന്നിവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുക. കൂടാതെ 2025 ജൂൺ 18 മുതൽ സെപ്റ്റംബർ 12 വരെ രാജ്യത്തേക്ക് മടങ്ങിവരുന്ന കൊറിയൻ പൗരന്മാർക്കും ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ ഈ ധനസഹായം ലഭിക്കും.